ചെറുതാവുമ്പോൾ മുതൽ ആൾ അങ്ങനെ ട്രെയിൻ ചെയ്യാം. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു, ഇതെന്തൊരു മനുഷ്യനാണ് കുന്താന്നൊക്കെ. അറിയില്ലായിരുന്നോ? അതൊന്നും നമ്മൾ കിടന്നെണീക്കുന്നൊന്നും നമ്മൾ പ്രേമിക്കുമ്പോൾ അറിയില്ലല്ലോ. അതൊന്നും ഏതെങ്കിലും പ്രേമിക്കുന്ന കുട്ടി ചോദിക്കും നീ എത്ര മണിക്ക് എണീക്കാന്ന് ചോദിക്കില്ല. അത് നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുള്ളൂ. ഇതെല്ലാവർക്കും ഒരു പാടായിക്കോട്ടെ. പ്രേമിക്കുമ്പോ ചോദിക്കണം എത്ര മണിക്ക് എണീക്കും, എത്ര മണിക്ക്. പക്ഷെ അല്ല, ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിവസമൊന്നുമല്ല, രാവിലെ എണീച്ച് കുളിച്ച് വിളക്കത്തിച്ച് അങ്ങനെ ഒരു ശീലം ഉണ്ട് എനിക്ക്. അപ്പം അയാളിലും അങ്ങനെ ഒരു ശീലം കണ്ടപ്പോ ഞാൻ വിചാരിച്ചോ ഇത് തന്നെ എന്റെ ഭർത്താവ്. പക്ഷെ ഞാൻ വിചാരിച്ചില്ല ഒരു ദിവസം പോലും ആളത് മാറ്റൂലെന്ന്. നമ്മൾ മാറ്റും. സാറ്റർഡേ നമ്മൾ വേണ്ട ഇന്നിപ്പോ ചിലപ്പോ വിളക്ക് എത്തിക്കണ്ട, ഒന്ന് എണീക്കണ്ട അങ്ങനെയൊക്കെ വിചാരിക്കില്ലേ. ആൾക്ക് അങ്ങനെ നടക്കില്ല അല്ലെ. പക്ഷെ ഇപ്പൊ ഞാൻ അതായിട്ട് യൂസ്ഡ് ആയി. ഇപ്പൊ എന്റെ കുട്ടികൾക്ക് പറയുന്നുണ്ട് അച്ഛൻ അമ്മയ്ക്കെങ്കിലും ഒന്ന് മാറിക്കൂടെ, ഞാൻ മോളെ തായി പോയതാ ഇനി ചെയ്യാൻ പറ്റൂലോ ഒന്ന്. ഈ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു പള്ളിമണി എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിക്കാൻ നേരത്തേക്ക് പേടിയുണ്ടായിരുന്നോ? അയ്യോ ഇനി എങ്ങനെയായിരിക്കും ആളുകളെ സ്വീകരിക്കുക അങ്ങനെയൊക്കെയുള്ള ആലോചിച്ചിട്ട്? ഇല്ല, അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു സൈക്കോ ത്രില്ലർ മൂവി അല്ലേ. അപ്പം എന്തായാലും ആൾക്കാരെ സ്വീകരിക്കാണ്ടിരിക്കില്ല എന്നൊരു വിശ്വാസം ഉണ്ട്. അതെ, ഇപ്പൊ ഈ പറക്കും തളിക ചെയ്യുമ്പോൾ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അതേ വിശ്വാസം പറക്കും തളിക ചെയ്യുമ്പോൾ ഒന്നും അറിയില്ലല്ലോ, 16 വയസ്സല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പക്ഷെ എന്നാലും നമുക്കൊരു വിശ്വാസം ഉണ്ടാവില്ല. നമുക്കറിയാം ഏകദേശം അത് ഒരു വിശ്വാസം ഉണ്ടാവും, ഇത് ആൾക്കാരിലേക്ക് പോകും. പക്ഷെ എന്നെ സ്വീകരിക്കും എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. കാരണം ഞാൻ എല്ലാവരോടും പറഞ്ഞത് ഞാൻ ദിലീപേട്ടൻ നായിക്കാൻ പോവാണ്, ശരി അപ്പൊ സ്ക്രീനിൽ കാണാം എന്നൊക്കെ പറഞ്ഞിട്ടാ വന്നത്. എല്ലാം അറിയിച്ചിട്ട് തന്നെയാണല്ലേ. പിന്നെ മാക്സിമം എല്ലാവരും ഫോൺ ചെയ്ത് പറഞ്ഞു കൊടുത്തിട്ടൊക്കെ ഞാൻ വന്നേ. പക്ഷെ ഇവിടെ വന്നിട്ടാണ് കറുപ്പ് വേഷം. ഞാൻ പറഞ്ഞു ഈശ്വര പേര് പോയില്ലേ, പേരെ മുഴുവൻ അറിയിച്ചു. ഇനിയിപ്പോ ഇതാണ് അവര് കാണാൻ പോകുന്നത്. നിത്യക്ക് പ്രേതത്തിൽ ഇപ്പൊ പള്ളിമണി എന്നൊരു സിനിമയിൽ അഭിനയിച്ചതുകൊണ്ട് ചോദിക്കുക, പ്രേതത്തിൽ വിശ്വാസം ഉണ്ടോ? ദൈവത്തിൽ വിശ്വാസം ഉണ്ടോ? എനിക്ക് വിശ്വാസമുണ്ട്. അപ്പൊ പിന്നെ പ്രേതത്തിന് നമ്മൾ കുറച്ചൊക്കെ വിശ്വസിക്കണം. പക്ഷെ പ്രേതങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ടാവാൻ ഉറപ്പാണ്. പക്ഷെ പ്രേതങ്ങൾക്ക് പോസിറ്റീവ് ഉണ്ടോ? അങ്ങനെയല്ല, ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ടാവും. പക്ഷെ പ്രേതം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ അതിനൊരു ശരീരം വേണ്ടേ സഞ്ചരിക്കാൻ. അങ്ങനെ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മൾക്ക് ഒരു ആത്മാവാണ്. ഒരു പക്ഷെ ആ ആത്മാവിന് അങ്ങോട്ട് പോവാൻ പറ്റിയിട്ടില്ല വെച്ചെങ്കിൽ അതിവിടെ അലയുന്നൊക്കെ ഉണ്ടാവുമായിരിക്കാം. അതിനൊരു പ്രസൻസ്. ഇപ്പൊ നമ്മൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമുക്കൊരു വിശ്വാസം ഉണ്ട്. അതുപോലെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഉള്ളൂ. അങ്ങനെയുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ജീവിതത്തിലുണ്ടോ? ജീവിതത്തിൽ ദൈവം സഹായിച്ചിട്ട് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോ ചോദിച്ചിട്ട് ഉണ്ടാക്കണ്ട. സത്യം, ഒരാഴ്ച ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല. ഞാൻ മോളെ വിളിക്കും, മോളെ ഒന്ന് എനിക്ക് അമ്മയ്ക്ക് ഇത്തിരി വെള്ളം കുടിക്കാൻ പോകണം. ഞാനും മോളെ കൂടെ കൈ പിടിച്ച് ലൈറ്റ് ഇട്ടിട്ട് ഞങ്ങൾ അങ്ങനെയാ പോവാ. അതെ, ഇതേ കാര്യം ഭർത്താവെ ഒന്ന് എഴുന്നേക്കോ, കുറച്ച് വെള്ളം ഇനി സജീവമായി മലയാള സിനിമയിൽ നിത്യദാസിനെ പ്രതീക്ഷിക്കാമോ? അങ്ങനെയൊന്നുമില്ല. നല്ല കഥാപാത്രങ്ങൾ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും അഭിനയിക്കും. ഇല്ലെങ്കിൽ കുട്ടികളെയൊക്കെ നോക്കിയിട്ട് വീടൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഇരിക്കും. എന്നാൽ ഈ 15 വർഷത്തേക്ക് ഒരു ബ്രേക്ക് എടുത്ത എന്തുകൊണ്ടായിരുന്നു? 15 വർഷത്തേക്ക് ബ്രേക്ക് ഒന്നും എടുത്തിട്ടില്ല. ഞാൻ തമിഴ് സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സൺ ടിവിയിൽ ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു സിനിമയിലൊരു നല്ല കഥാപാത്രം നമ്മളെ തേടി